തിരുവനന്തപുരം സെൻട്രലിലെ UDF സ്ഥാനാർത്ഥി ശ്രീ CP ജോണാണ് നമ്മോടൊപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെല്ലാം പെട്ടിയിലായി. പക്ഷേ വലിയ രീതിയിലെ കണക്കുകൂട്ടൽ പ്രതീക്ഷകളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. CPM-ൻ്റെ കഴിഞ്ഞ ദിവസത്തെ കണക്ക് വന്നപ്പോൾ പോലും സെൻട്രൽ അവർക്ക് കൈവിട്ട് പോകുക. അപ്പോൾ സ്വാഭാവികമായും UDF-ന് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡാണ് ഇവിടെ എന്നുള്ളതാണല്ലോ പറഞ്ഞു വയ്ക്കുന്നത്. അവരെന്ത് പറഞ്ഞു എന്നുള്ളതിന് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവരുടെ പാർട്ടിയുടെ അഭിപ്രായങ്ങളല്ലേ പറയുന്നത്. ഇവിടെ നമ്മളൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തകൻ എന്ന രീതിയിലും തെരഞ്ഞെടുപ്പിൻ്റെ മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും എല്ലാ കാലത്തും ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയ്ക്കും വലിയൊരു ഇളക്കം ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ റീഡിങ്. അത് വോട്ടായിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിലെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. എല്ലാറ്റിനകത്ത് കയറാൻ കഴിഞ്ഞിട്ടില്ല. നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. ക്യൂവിൻ്റെ മുന്നിൽ നിന്നാൽ ഞാൻ വിളിക്കുന്ന ക്യൂ സ്മൈലിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്യൂവിൽ നിൽക്കുന്നവരുടെ മുഖം കണ്ടാൽ ഒരു സ്ഥാനാർത്ഥിക്കും പ്രധാന പ്രവർത്തകർക്കും എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നതെന്ന് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് പ്രതീക്ഷകളുണ്ട്. ഈ കണക്കുകളുമായി ബന്ധപ്പെട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത വന്നിട്ടുണ്ട്? ഈ പോളിംഗ് ശതമാനം കൂടി, വോട്ട് കുറഞ്ഞു, അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട അക്കാഡമിക് വിഷയം തന്നെയാണത്. കാരണം 1,28,000 വോട്ട് 2021 പോൾ ചെയ്ത സ്ഥലത്ത് ഇന്നിപ്പോൾ 1,19,000 1,20,000 വരുന്നേ ഉള്ളൂ. ഇത് കൃത്യമായി നമ്മുടെ തരൂരിന് ചെയ്ത വോട്ട് തന്നെയാണ്. അത് 1,20,000 മാത്രമല്ല, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ വോട്ട് കൂട്ടിയതും 1,20 തന്നെയാണ്. അതൊരു ഗസ്റ്റിമേഷൻ എന്ന് പറയുന്ന പോലെ പരിചയം കൊണ്ട് ചെയ്തതാണ്. അത് തുല്യമായി വന്നതിൽ, അത് കൃത്യമായി വന്നതിൽ എനിക്കും ചാരിതാർത്ഥ്യമുണ്ട്. അത് ഞാൻ എക്സ്പെക്റ്റഡ് 120 എക്സ്പെക്റ്റഡ്. പക്ഷേ എങ്ങനെ 128 വന്നു എന്നുള്ളത് പഠന വിധേയമാക്കണം. ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അന്ന് കോവിഡായിരുന്നു. അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഇവിടെ നിന്നും പുറത്തു പോയിട്ടുള്ള ട്രാവലിംഗ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ തന്നെ വന്നിരിക്കാം. അതുപോലെ ഇവിടെയുള്ള വോട്ടർമാരെന്ന് പറഞ്ഞാൽ നഗരത്തിലുള്ള വോട്ടർമാർ എല്ലായിടത്തും പുറത്തുപോയി ജോലി ചെയ്യുന്നവരൊക്കെയാണ്. ഒരു കാരണം ഞാൻ കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് വലിയ ശാസ്ത്രീയമാവണമെന്നൊന്നുമില്ല. പക്ഷേ ഉത്തര കേരളത്തിൽ അങ്ങനെയല്ല. ഉത്തര കേരളത്തിൽ വോട്ട് കൂടിയിട്ടുണ്ട്. ഉത്തര കേരളത്തിൽ വോട്ട് കൂടി. അപ്പോൾ എന്തുകൊണ്ട് തിരുവനന്തപുരത്തിന് ചുറ്റും വോട്ട് കുറഞ്ഞു എന്നത് ഒരു അക്കാദമിക് പഠന വിഷയമാണ്. ഏതാണ്ട് 40,000 വോട്ടുകളുടെ മൊത്തത്തിൽ കുറഞ്ഞല്ലോ. ആ കുറഞ്ഞ കൂട്ടത്തിൽ ആകെ പോൾ ചെയ്ത വോട്ടും കുറഞ്ഞു, ശതമാനം കൂടി എന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അത് ഓരോ ബൂത്തും എടുത്ത്, അല്ലെങ്കിൽ ഒരു 230 ബൂത്തിലൊരു 10-40 ബൂത്തെങ്കിലും എടുത്ത് ആര് വോട്ട് ചെയ്തു, ആര് വോട്ട് ചെയ്തില്ല എന്നുള്ളത്, അന്ന് ആരാ ചെയ്തത് എന്നൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അന്നത്തെ ആൾക്കാരിൽ ഒരുപാട് പേര് ഇപ്പം മരിച്ചല്ലോ. 5 വർഷം കൊണ്ട് ഒരുപാട് പേര് മരിച്ചവരുണ്ട്. ആ മരിച്ച ആളുകളിൽ എത്ര പേർ നമ്മുടെ അനുഭാവികളാണ്, മറ്റുള്ളവരുടെ അനുഭാവികളാണെന്നൊന്നും ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കില്ല. അത്ര എളുപ്പത്തിലൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല. എങ്കിലും ഇവിടെ ആരൊക്കെയോ കുറച്ച് വോട്ട് കൂടുതൽ ചേർത്തിരുന്നു എന്ന ഒരു സൂചന ഈ കണക്കുകൾ നൽകുന്നുണ്ട്. പാർലമെൻറ്റ് ലക്ഷ്യമാക്കിക്കൊണ്ട്, കഴിഞ്ഞ അസംബ്ലി ലക്ഷ്യമാക്കിക്കൊണ്ട് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും കുറച്ച് വോട്ടുകൾ ചേർക്കുകയും 2021 അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ചെയ്തവർക്ക് ഇത്തവണ ചെയ്യാൻ പറ്റിയില്ല എന്നും നമുക്ക് ഊഹിക്കാം. അതൊക്കെ ഊഹങ്ങളാണ്, ഒന്നും വാദങ്ങളൊന്നും അല്ല. അതുകൊണ്ട് അങ്ങനെ ഊഹാപോഹങ്ങളൊന്നും ഒരു മാധ്യമത്തോട് പറയുന്നത് ശരിയല്ല. എങ്കിലും അക്കാദമിക്കായിട്ട് 128 എന്നുള്ളത് 120 ആയിട്ട് ചുരുങ്ങി തരൂരിന് ഇപ്പോഴത് നിലനിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ പഴയ 21 വിടാമെങ്കിൽ അത്ഭുതങ്ങളൊന്നുമില്ല. 24-ഉമായിട്ട് വളരെ അതേ നമ്പർ വോട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയും കൂടെ പറയാം, അതിനുശേഷമാണല്ലോ SIR. 24-ന് ശേഷമല്ലേ SIR. അപ്പോൾ SIR-ലൂടെ ഇത്രയും വോട്ട് 24-ന് ശേഷം കുറഞ്ഞിട്ടും അതേ വോട്ട് തന്നെ ചെയ്തു എന്നുള്ളത് വോട്ട് കുറവായി കണക്കാക്കേണ്ട കാര്യവും ഇല്ല. അങ്ങനെ പലതരത്തിലുള്ള വെർഷനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൗതുകങ്ങൾ കൂടി കാണുന്നതാണ്. ഈ കുന്നംകുളത്ത് മത്സരിക്കുമ്പോൾ പോസ്റ്റർ ഈ എറണാകുളത്ത് മാർക്കറ്റിൽ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. അതുപോലുള്ള കൗതുകം. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എന്തിനായിരിക്കും ഇവിടെ എന്താണ് കാര്യം എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ അങ്ങേക്ക് മനസ്സിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ, പ്രചാരണ കാലഘട്ടത്തിൽ അങ്ങനെ മനസ്സിൽ തൊട്ട പ്രചാരണ അനുഭവങ്ങൾ എന്തെങ്കിലും കിട്ടുന്നു?
പ്രചരണാനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ കപ്പൽ എന്ന ചിഹ്നം അത് നമ്മൾ ഇങ്ങനെയൊന്നും ആലോചിച്ചിട്ടൊന്നും ചെയ്തതല്ല. നമ്മൾ സ്റ്റാറാണ് ചോദിച്ചത്. നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ ചിഹ്നം സ്റ്റാറാണ്. അപ്പോൾ അത് സ്റ്റാർ തന്നെ കിട്ടണമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുവാദം തരണമെന്നൊക്കെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു. ഹൈക്കോടതിയിലൊരു കേസ് കൊടുത്തു. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. അപ്പോൾ ഒരല്പം നിരാശയോടു കൂടിയാണ് ഞങ്ങൾ ഈ കപ്പൽ എടുത്തത്. പക്ഷെ കൗതുകമായത് കപ്പലാണ്. അപ്പോൾ കപ്പലും പിന്നെ കപ്പിത്താൻ എന്ന ഒരു വിളിയും അങ്ങനെയുള്ള പല പല തരത്തിലുള്ള സ്ഥാനാർത്ഥിക്ക് പകരം കപ്പിത്താൻ ഹോർമൂസ് കടലിടുക്കുകൾ താണ്ടി വരുന്നു എന്നൊക്കെയുള്ള എന്നോട് ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ അതൊരു കൗതുകമായിരുന്നു. നമ്മുടെ സ്ഥാനാർത്ഥി പര്യടന വേളയിലെ നമ്മുടെ അനൗൺസർമാർ വളരെ രസകരമായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ, ഹോർമൂസും കടലിടുക്കും കപ്പലും എല്ലാം, കപ്പലുകൾ നിറഞ്ഞു നിൽക്കുന്നൊരു കാലമാണിപ്പോൾ. അത് കൗതുകം തന്നെയാണ്. കപ്പലും പിന്നെ അതെ കപ്പലുണ്ടാക്കിയത് എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞിട്ടൊന്നും ചെയ്തതല്ല. എനിക്ക് ആദ്യം ഈ കപ്പൽ കണ്ടപ്പോൾ ഇഷ്ടക്കേടായിരുന്നു. കാരണം ഒരുവിധം വഴിയിലേക്ക്, ചെറിയ വഴിയിലേക്ക് കയറില്ല. അപ്പോൾ അതിന് വേറെ ജീപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ്, ഇതിൽ വഴിയിലേക്ക് കയറില്ലല്ലോ എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും പിന്നീടത് വളരെ കൗതുകകരമായി ജനങ്ങൾ അതിനെ വളരെയധികം ഏറ്റെടുത്തു. കപ്പൽ നല്ലൊരു ചിഹ്നമായിട്ട് ചിഹ്നം, ആ ചിഹ്നത്തിൽ കയറി യാത്ര ചെയ്യുന്ന സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള പേരിൽ നല്ലൊരു പേര്. എന്തായാലും തിരുവനന്തപുരം സെൻട്രലിൽ കപ്പൽ നങ്കൂരം ഇടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കപ്പൽ നങ്കൂരം ഇട്ടിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ വിഴിഞ്ഞത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ MVRനെ ആളുകൾ ഓർത്തു. അപ്പോൾ ആരാണ് വിഴിഞ്ഞം കൊണ്ടുവന്നത്? അതപ്പോൾ ഒരു തുറമുഖ നഗരമാണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ കപ്പൽ ചൂസ് ചെയ്തത്. പിന്നെ ആരും കപ്പൽ ചോദിച്ചില്ല, കപ്പൽ കിട്ടി. എന്തായാലും ആശംസകൾ അറിയിക്കുകയാണ്. ക്യാമറ പേഴ്സൺ സുരേഷിനൊപ്പം AV ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.